ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നെന്താ പ്രത്യേകത വെച്ചാൽ ഞങ്ങളെ ഉമ്മൻ്റെ ഫാമിലി മൊത്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നത്തെ ഫുഡ് മൊത്തം പുറത്തു നിന്നാക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒരു റെസ്റ്റ് ഉമ്മമാർക്കും എല്ലാവർക്കും വേണ്ടേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് സദ്യയിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നു കേട്ടോ, സമൃദ്ധി. അവിടെ നിന്നാക്കാം ലഞ്ച് എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടേക്ക് പോയി. ഈ വരുന്നൊക്കെ എൻ്റെ അനിയന്മാരാട്ടോ, ഈ രണ്ടാളും എൻ്റെ അനിയനാണ്. അത് ചെറിയ അനിയത്തി വരുന്ന, പിന്നെ ബാക്കിലുള്ളത് എൻ്റെ അനിയന്മാർ തന്നെ. മൊത്തം അനിയന്മാരെനിക്ക് അധികം അനിയന്മാരാണ്. പിന്നെ എൻ്റെ അങ്കിള്, പിന്നെ അതാ വരുന്നത് എൻ്റെ വല്യപ്പ, മറ്റേത് എൻ്റെ ആൻറ്റി, എൻ്റെ അമ്മയ്ക്ക് 2 അനിയത്തികളായാലും 1. അങ്ങനെ ഫുഡിന് വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത്. നല്ല വെയിലേനു കേട്ടോ. ഞങ്ങൾ മുൻകൂർ വിളിച്ച് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഒരു സീറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. സദ്യ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മളെപ്പോഴും നോൺ വെജ് അല്ലേ വീട്ടിലുണ്ടാക്കലൊക്കെ, അപ്പോൾ ഇത് ഫുൾ വെജ്. അങ്ങനെ സദ്യ വരാനായി, സദ്യ എത്തി. നല്ല അടിപൊളി 18 വിഭവങ്ങളുള്ള നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഇനി എന്താ അറിയില്ല, ടേസ്റ്റ് ഉണ്ടോ നോക്കാം, കഴിച്ചു നോക്കട്ടെ. പുതിയ ഹോട്ടലല്ലേ, എന്താ പാട് നോക്കട്ടെ. അങ്ങനെ ഇതാ ഈ ഇരിക്കുന്നത് എൻ്റെ വല്യമ്മയാണ്, എൻ്റെ അമ്മൻ്റെ അമ്മ. അങ്ങനെ ഇതാ എല്ലാവരും അങ്ങോട്ട് ഇല അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറേ ആളുണ്ട് കേട്ടോ, നമ്മൾ ടോട്ടലി 20 ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ഓർക്ക് തന്നെ, ആ ഹോട്ടലുകാർക്ക് തന്നെ ഭയങ്കര സന്തോഷം. നല്ല കുറേ കസ്റ്റമേഴ്സിനെ കിട്ടല്ലേ, അത് സൺഡേ ആയിട്ട്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ എൻ്റെ ഇലയിൽ നിന്ന് തന്നെ മോൻക്കും വാരി കൊടുക്കാം കേട്ടോ. വെറുതെ അവനക്ക് വേറെ ഫുഡ് വാങ്ങിയിട്ട് അവൻ വേസ്റ്റ് ചെയ്യും. അപ്പം എൻ്റെ ചോറിന് തന്നെ ഞാൻ വാരി കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളാട്ടോ. അപ്പോൾ അവർക്കും ഞാനിത് വ്ളോഗിലിടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോരോ ചെറിയ ഷോർട്സ് ഇങ്ങനെ അന്നെടുത്ത് വീഡിയോ ഇട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരം കേട്ടോ, വീട്ടിലേക്ക് നടന്നു പോയി. ഇനിയിപ്പം ഉച്ചക്കത്തെ പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിത്തെ നോക്കിയാൽ മതി. ഇനി അടുത്തത് രാത്രി എന്താക്കും. അങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ആൾക്കാർ 2 വീലർ എടുത്ത്, ബാക്കിയുള്ളവർ കാർ എടുത്ത്, അങ്ങനെ എല്ലാവരും കൂടി ബീച്ചിലെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. സൺഡേ ആയതുകൊണ്ട് ട്രാഫിക് കുറച്ച് സീനായിരുന്നു. നല്ല വേണ്ടിയില്ല, എല്ലാവരും കൂടി പോവല്ലേ, അങ്ങോട്ട് പോവന്നെ, പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ലല്ലോ. നല്ല ഹരായിട്ട് ഇങ്ങനെ പോയേനു കേട്ടോ.
നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഇനി രാത്രിത്തെ ഫുഡ് അടി നോക്കണമല്ലോ. അപ്പോൾ ഫുഡ് അടി സ്പോട്ട് എവിടെയാണെന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് അങ്ങനെ യാത്രയായി. ഇനി അവിടെ എത്തിയിട്ട് കാണാം. രാത്രിയായപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, നല്ല ബ്ലോക്കും കാര്യമൊക്കെ കേട്ടോ. എന്താണ് ബീച്ചിലേക്കൊന്നും അടുക്കാൻ കഴിയില്ല. ബീച്ച് പിന്നെ നിങ്ങൾക്ക് പറയണ്ടല്ലോ, സൺഡേ ആണെങ്കിലും വർക്കിംഗ് ഡേ ആണെങ്കിലും ഒക്കെ നല്ല റഷായിരിക്കും. അങ്ങനെ എന്താണെന്നറിയില്ല, ഞാനിവിടെ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ഇവിടെ അടുത്ത വീട്ടിലത്തെ കോഴിക്ക് ഭയങ്കര ഒച്ച ഉണ്ടാക്കലാണ്. നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് കഫ്തീരിയ എന്ന് പറഞ്ഞ ഹോട്ടലിലെത്തി. അവിടെയും സെയിം അവസ്ഥ. ഞങ്ങൾ കുറേ ആളുള്ളത് കൊണ്ട് അവിടെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അവർ വിളിക്കും ടോക്കൺ പ്രകാരം. അവിടെ നല്ല റഷായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ ഉച്ചക്ക് ഞങ്ങൾ സദ്യ കഴിച്ചതുകൊണ്ട് രാത്രി എല്ലാവർക്കും നോൺ വെജ് വേണം എന്നായിരുന്നു. അപ്പം അതുകൊണ്ട് ഷവായ കഴിക്കാൻ കയറി. അടിപൊളി ഷവായ കിട്ടുന്ന സ്പോട്ടാട്ടോ. കാലിക്കറ്റ് വരുന്നവരാണെങ്കിൽ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കാലിക്കറ്റ് കഫ്തീരിയ എന്ന് പറഞ്ഞ ഹോട്ടൽ അടിപൊളി ഷവായ കേട്ടോ. നല്ല മസാല ഷവായ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഷവായ ഓർഡർ ചെയ്ത് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, എപ്പോൾ എത്തും എന്നിട്ട് എത്തിയിട്ട് വേണം അറ്റാക്ക്. അങ്ങനെ സാധനം അങ്ങോട്ട് കയ്യിൽ കിട്ടി. നല്ല ചൂട് ആൻഡ് സ്പൈസി. ഏതാ മോനെ ലെവല്, സൂപ്പർ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയാണ്. നല്ല രസമാട്ടോ. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം. അതേപോലെ തന്നെ കേട്ടോ. എന്താ വെച്ചാൽ കുറേ കാലത്തിന് ശേഷം എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ആ ഒരു രസം വേറെ തന്നെ കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ കഴിക്കുന്നത്. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ അമ്മമാർക്ക് ഫുൾ റെസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ഫുൾ ഡേ അവർക്ക് ഫുൾ റെസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ച് ഫുൾ വൈബാക്കി ബീച്ചിൽ പോയി ഒക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് കഴിക്കുന്നത് വേറെ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള ഓരോ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങണം. ഇതൊക്കെയല്ലേ ജീവിതത്തിലുള്ളൊരു രസം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം അത്രയോളം വ്ളോഗ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.